എടാ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ വെച്ചൊരു ആവശ്യമുണ്ട്. എന്താണ്, ഏതൊക്കെ മേഖലയിലാണ് കൃത്യമായിട്ട് നമ്മൾ ടച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കൊച്ചു വീഡിയോ ആണ്, പെട്ടെന്ന് തന്നെ ഓടിച്ച് കണ്ടു തീർക്കുക. അതിനുശേഷം സമയം ഒട്ടും കളയാനില്ല, നമുക്ക് റിവിഷനിലേക്ക് കടക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗം റിവൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അവസാന നിമിഷം പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആളാണെന്ന് വെച്ചാൽ തീർന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവസാന നിമിഷം നോക്കേണ്ടുന്ന ഏരിയാസ് എന്തൊക്കെയാണ്? ചുരുക്കം പറഞ്ഞാൽ എന്തായാലും നമുക്കറിയാം എന്താണ്, മലയാളവും ഇംഗ്ലീഷും കണക്കും പഠിച്ച് പറ്റത്തുള്ളൂ. 50 മാർക്ക് അവിടെ കിടക്കുകയാണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാതുള്ള മേഖലയിൽ നിന്ന് 50 മാർക്കിൽ എവിടെ വെയിറ്റേജ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ആവാൻ പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും. അതങ്ങോട്ട് നോക്കിയിട്ട് ചെയ്തിട്ട് പോരുക. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സൗജന്യ മോക്ക് ടെസ്റ്റ് സീരീസ് 30 പരീക്ഷ നിങ്ങൾക്ക് എഴുതാം ഓൺലൈനായിട്ട്. അതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി സഹകാരി നിങ്ങൾക്ക് തരികയാണ്. അതിനകത്തുള്ള ഗുണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സഹകാരിയുടെ ചുണക്കുട്ടികളോടൊപ്പം മത്സരിക്കാം. അതിനോടൊപ്പം ഓൾ കേരള ഈ പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്ന എല്ലാവരിടത്തും നിങ്ങൾക്ക് മത്സരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് നമ്മൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും കേട്ടോ. ഓരോ പരീക്ഷ കഴിയുമ്പോൾ കട്ട് ഓഫ് മാർക്ക് തരും. അപ്പോൾ കട്ട് ഓഫ് മാർക്കിന് മുകളിലാണോ താഴെയാണോ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഉറപ്പായിട്ടും ഈ പരീക്ഷ എഴുതുമ്പോഴത്തേക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്, അതും പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അത് ആ പരീക്ഷാ ഹാളിൽ എത്രത്തോളം പഠിച്ചു വന്നതിനെ കൂടുതൽ ഈ പരീക്ഷ ഹാളിനകത്ത് കയറിയിട്ടുള്ള ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ആ 1.25 മണിക്കൂറിൻ്റെ പ്രഷർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് പരീക്ഷ, അതാണ് ശരിക്കുള്ള പരീക്ഷ. അതിനുള്ള പ്രാക്ടീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മളിത് ക്ലിയർ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഡിഗ്രി പ്രിലിംസ് ആദ്യം ക്ലിയർ ചെയ്യണം. പിന്നെ മെയിൻസ് നമ്മൾ കിട്ടാൻ സർപ്രൈസ് സഹകാരി വെച്ചിട്ടുണ്ട്, അത് സർപ്രൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളെ, ഇതുപോലുള്ള കണ്ടന്റിനും അതുപോലെ ഈ പരീക്ഷ നമുക്ക് ഇത്തവണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളോട് നിൽക്കണം. എന്ത് ചെയ്യണം, ലൈക്ക് ബട്ടൺ, ഈ വീഡിയോക്ക് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം, സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൃത്യമായിട്ട് അമർത്തുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കണോ വേണ്ടേ എന്നുള്ളതാണ് അല്ലേ. ഹിസ്റ്ററി പഠിക്കേണ്ട പല അഭിപ്രായമുണ്ട്. ചില ആൾക്കാർ ഹിസ്റ്ററി ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ട് 10 മാർക്ക് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ പഠിച്ചിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് നോക്കണം. ഈ വലതുവശം മാർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എന്താണ്, സിലബസിലുള്ള മാർക്കിൻ്റെ അലോക്കേഷൻ അല്ല. ഈ പറഞ്ഞ 2021 തൊട്ട് ഇതുവരെ പ്രിലിംസ് പരീക്ഷകളുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലെ എല്ലാ ചോദ്യപേപ്പറും എടുത്ത് അനലൈസ് ചെയ്തു ആദ്യം. അപ്പോൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകളും ആ മേഖലയിൽ നിന്നും വന്നിട്ടുള്ള എത്ര മാർക്ക് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മാറിപ്പോയില്ല, 2 സംഭവം എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല. നോക്കൂ, അറൈവൽ ഓഫ് യൂറോപ്പിന് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പഠിക്കണം മക്കളെ, ഡച്ചുകാർ തൊട്ട് പോർച്ചുഗീസുകാർ വരെയുള്ള കാര്യങ്ങൾ, ഡച്ചും പോർച്ചുഗീസും പ്രധാനമായിട്ടും 4 മുതൽ 5 തവണ ഈ മേഖലയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. അതുപോലെ അടുത്തത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം എടുക്കുമ്പോഴത്തേക്കും അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്, മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയിൽ നിന്ന് മാത്രം 3-4 തവണ വെച്ചു, മൊത്തം 6 തവണ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ ഈ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കും മക്കളെ. സ്വാമി വിവേകാനന്ദൻ, അതുപോലെ രാജ റാം മോഹൻ റോയ്, പ്രാർത്ഥനാ സമാജം, 3 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഏതാണ്, സ്വാമി വിവേകാനന്ദൻ, രാജ റാം മോഹൻ റോയ്, പ്രാർത്ഥനാ സമാജം. 13 മാർക്കാണ്, 13 തവണയാണ്. അപ്പോൾ ഒരു പരീക്ഷ പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് അല്ലേ പ്രധാനമായിട്ട് പഠിക്കുന്ന കാര്യം പറഞ്ഞു. അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കാതെ ഒരു പരീക്ഷ നടന്നിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്തവണയും 1 മാർക്ക് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പിക്കാം. ഇനി നമുക്ക് നോക്കാം, നാഷണൽ മൂവ്മെൻറ്റിന് കേരള 4 തവണ റിപ്പീറ്റായി വന്നിട്ടുണ്ട്. ഇനി നോക്ക്, മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയുടെ ചരിത്രം അല്ലേ മക്കളെ, മുഗൾ ഭരണം അല്ലേ, മുഗൾ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ആർക്കിടെക്ചർ. ഇനി പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലേ, ഇത്രയും കാര്യമാണ് മിഡീവൽ ഇന്ത്യയെ ബന്ധപ്പെടുത്തി. അതും കൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ അവിടെ നിന്നും കിട്ടും 1 മാർക്ക്. മനസ്സിലായ, ചുമ്മാ 1 മാർക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കുറവാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ കൃത്യമായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ ഇതൊക്കെയാണ്. നാഷണൽ മൂവ്മെൻറ്റ് കേരള, അത് കഴിഞ്ഞ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും വളരെ സീരിയസ് ആയിട്ട് വെച്ച് പഠിക്കുന്ന സാധനമാണ്, എപ്പോഴും പഠിക്കുന്ന സാധനമാണ്. പക്ഷേ 10th ലെവൽ പരീക്ഷകൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 10 മുതൽ 15 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന്. അത് വെച്ച് നമ്മൾ ഇതിനെ അളക്കരുത് എന്ന് ചോദിക്കില്ലെന്നല്ല, 3 തവണ അതൊന്നും ചോദിച്ചിട്ടുള്ളൂ അല്ലേ. അതുപോലെ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി 3 തവണ മാത്രമേ ക്വസ്റ്റ്യൻ റിപ്പീറ്റായി വന്നിട്ടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത്ര ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ല. ഓക്കെ,
അതുപോലെ സ്വദേശി മൂവ്മെൻറ്റ് 3 തവണ വന്നിട്ടുള്ളൂ. ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റും മഹാത്മാഗാന്ധിയോട് ചേർത്തുകൊണ്ട് നമുക്ക് മൊത്തം 7 മുതൽ 8 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നോക്കുക എന്നുള്ളതാണ്. ഇനി സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നോക്കടാ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലേ, ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം, അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ മൂന്ന് എസ്സേ നമ്മൾ പണ്ട് പഠിച്ച 3 എസ്സേ അല്ലേ, ഒന്നും കൂടെ ആഡ് ചെയ്യുന്നു സെക്കൻഡ് വേൾഡ് വാർ. ഇത്രയും കമ്പയർ ചെയ്തുകൊണ്ട് 11 തവണ ചോദിച്ചിട്ടുണ്ട്. 11 തവണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുക. പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി നിങ്ങൾ റിവിഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ മക്കളെ, ആദ്യം ചെയ്യേണ്ടത് ഈ മാർക്ക് 13 മാർക്കിൻ്റെ മേഖല റിവൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ ഭാഗം മെഡീവൽ ഇന്ത്യ, ഒരു മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഭരണവും ആ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് റിവൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗം എടുത്ത് റിവൈസ് ചെയ്യണം. 4 എസ്സേയുടെ ഭാഗം റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 3-4 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ആ ഒരു മുറയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന 10 മാർക്കിൽ നമുക്കൊരു 6-7 മാർക്ക് നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് കാര്യം കൊണ്ടുവരാൻ പറ്റും. കുഴപ്പമില്ല. ഇനി നമുക്ക് ജോഗ്രഫിയിൽ കിടക്കുമ്പോഴത്തേക്ക് എർത്തിൻ്റെ സ്ട്രക്ചർ അല്ലേ, സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ജോഗ്രഫി ചോദിക്കാറുള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം പോയാൽ നമ്മൾ +2 വരെയുള്ള മേഖലയാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എർത്ത് 3 അറ്റ്മോസ്ഫിയർ, ലെയേഴ്സ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ അല്ലേ, 5 അത് ഇമ്പോർട്ടൻ്റ് ആണ്. റോക്സ് ചുമ്മാ മാർക്ക് കിട്ടുന്ന മേഖലയാണ് റോക്സ്. അതുപോലെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, നിങ്ങളെ വിൻഡുകളുടെ പേരുകളും അതുപോലെ പ്രഷർ ബെൽറ്റുകളും അവിടെ വരുന്ന വ്യതിയാനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രം അതിന് ഉത്തരം എഴുതാൻ പറ്റും. കഴിഞ്ഞ തവണ ചോദിച്ചത് ഓർമ്മയുണ്ട്, മറ്റേ ഹോഴ്സ് കുതിര അക്ഷാംശം ചോദിച്ചില്ലേ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ചോദിച്ചില്ലേ. ഓക്കെ, അപ്പോൾ അതും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇത് തന്നെയാണ്. പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ് ആണ് 8 തവണ അവിടെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നോർത്തേൺ മൗണ്ടെയിൻസ് ആൻഡ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അല്ലേ, ഉത്തര പർവ്വത മേഖലയും ഉത്തര മഹാസമുദ്രവും കൂടെ ചേർത്തുകൊണ്ട് 4 മാർക്കിനാണ് അവിടെ റിപ്പീറ്റേഷൻ വന്നിട്ടുള്ളത്. ഇനി കേരള റിവേഴ്സ്, ഇന്ത്യൻ റിവേഴ്സ്, അതായത് പെനിൻസുലർ റിവർ സിസ്റ്റം, പിന്നെ വരുന്ന റിവർ ഡെൽറ്റാസ് ആണ്, ഡെൽറ്റാസ്, പിന്നെ സത്ലജ് റിവർ, അത് കഴിഞ്ഞിട്ട് പോത്തുണ്ടി, പെരിങ്ങൽകുത്ത്, ശങ്കുളം അങ്ങനെയുള്ള ഡാമുകളും പിന്നെ അതിൻ്റെ നദികളെല്ലാം കൂടെ എന്താണ് നമുക്ക് ചേരുമ്പടി ചേർക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. ആ ഒരു മേഖലയിൽ നമുക്കൊരു 9 മാർക്കിനാണ് റിപ്പീറ്റേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ മാപ്സിൽ ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ് അല്ലേ, സയൻസ് നമുക്കത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് പഠിക്കുന്നതാണ്. 3 മാർക്കിനാണ് ഇതുവരെ നമുക്ക് റിപ്പീറ്റേഷൻ വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ അല്ലേ, അതൊന്നും ഒരു 3 മാർക്കിന് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം 3 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് എക്കണോമിക്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പഠിക്കണമെന്നും അല്ലെങ്കിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നും നന്നായിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നിരിക്കുന്നത്. നോക്കണം, നമ്മൾ ഫസ്റ്റ് നാഷണൽ ഇൻകം 13 തവണ, എത്ര 12 തവണ പരീക്ഷ നടന്നപ്പോഴത്തേക്കും 13 തവണ അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2 തവണ ആവർത്തി 2 തവണ നാഷണൽ ഇൻകം രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നാഷണൽ ഇൻകം, പിന്നെ വരുന്ന RBI, ഫങ്ഷൻസ് ഓഫ് ദ RBI, മോണിറ്ററി പോളിസി, റീപ്പോ റേറ്റ്, റിസർവ് റേഷ്യോ, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് 11 തവണ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ്, നാഷണൽ ഇൻകത്തിനാണ്. സെക്കൻഡ് പ്രയോറിറ്റി എന്തിനാണ്, RBIയുടെ ഭാഗത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ടാക്സസ് 5 തവണ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ 5 ചോദ്യ പേപ്പർ കണ്ടിട്ടുണ്ട് ടാക്സ്. പിന്നെ ബഡ്ജറ്റ് 4 എണ്ണത്തിൽ കണ്ടിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 2 എണ്ണത്തിൽ കണ്ടിട്ടുണ്ട്, 2 മാർക്ക് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പഠിക്കുന്ന അതാണല്ലേ, ഇൻ ഡെപ്ത് പഠിച്ചു പോകും. അപ്പോഴത്തേക്കും 2 തവണ അത് കണ്ടിട്ടുള്ളൂ, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, 2 തവണ കണ്ടിട്ടുള്ളൂ. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, അതായത് 5 ഇയർ പ്ലാൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, 8 നല്ല നമ്പറാണ്. ഫിസ്ക്കൽ പോളിസി 8 നല്ല നമ്പറാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വട്ടം ഇട്ട് വെച്ചാൽ ഞാൻ ഇവിടെ ഈ 2 വട്ടം ഇട്ടത് അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഈ വട്ടം ഇട്ട് വെച്ചാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. നീതി ആയോഗിൽ നിന്ന് 2 തവണ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പൊളിറ്റി എടുക്കുമ്പോഴത്തേക്കും മക്കളെ ഇന്ത്യൻ സിവിൽ സർവീസ് 6, അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ RT ആക്ട് 6 തവണ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ലോക്പാൽ ആൻഡ് ലോകായുക്ത 4 തവണ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് 5 തവണ, അതുപോലെ ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ എത്ര 12 തവണ മക്കളെ, 12 തവണ മറന്നുപോലെ. അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എത്ര 10 തവണ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് പറയുന്നത്. പ്രിയാമ്പിളിൽ നിന്ന് 5 തവണ റിപ്പീറ്റായി വന്നിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട്, 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് അല്ലേ, ഭരണഘടനാ ഭേദഗതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 മുതൽ 10 തവണ ഭരണഘടനാ ഭേദഗതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്
സ്റ്റേറ്റ് പോളിസി 3 എണ്ണം, അതുപോലെ എമർജൻസി പ്രൊവിഷൻസും 4 തവണ, പഞ്ചായത്ത് രാജ് 4 തവണ, UPSC 3 തവണ അല്ലേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പൊളിറ്റി നോക്കിയിരിക്കേണ്ട എന്താണ്, അമെൻമെൻറ്റുകൾ നോക്കണം മക്കളെ. അതുപോലെ എന്ത് ചെയ്യണം, ഗവൺമെൻറ് നോക്കണം, അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലേ. ഇത്രയും കാര്യങ്ങളും പൊളിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ആദ്യ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, റൈറ്റേഴ്സ് ആൻഡ് പെൻ നെയിംസ് അല്ലേ, എഴുത്തുകാരും തൂലികാനാമങ്ങളും. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഡിഗ്രി ഫിലിംസിനെ പഠിക്കാൻ വരുന്നൊരു കുട്ടി പലപ്പോഴും ചില ചോദിക്കുന്നത് ഈ തൂലികാനാമൊക്കെ ചോദിക്കും അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു പോകാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. അപ്പോൾ റൈറ്റേഴ്സും അതിൻ്റെ പെൻ നെയിംസും നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രിലിംസിൽ. ഇനി മൈൽ സ്റ്റോൺസ് ഓഫ് മലയാള സിനിമ 10 തവണയാണ്, 10 തവണ മൈൽ സ്റ്റോൺസ് ഓഫ് മലയാള സിനിമ, മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ അല്ലേ, 10 തവണ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചറൽ ലീഡേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും ചട്ടമ്പി സ്വാമി പഠിച്ചിരിക്കണം, ചട്ടമ്പി സ്വാമി നോക്കണം, ശ്രീനാരായണ ഗുരു നോക്കണം, പണ്ഡിറ്റ് കറുപ്പൻ നോക്കണം, വക്കം അബ്ദുൽ ഖാദർ മൗലവി നോക്കണം, അയ്യങ്കാളി നോക്കണം, ഇതര ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കണം. എത്ര? 9 തവണ അല്ലേ. അത് കൃത്യമായിട്ട് പറയാൻ ചരിത്രമാണ്. പക്ഷേ നമുക്കിനി കുറച്ച് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൽ കൂടുതൽ എന്ത് വരും, കറണ്ട് അഫേഴ്സ് വരാൻ സാധ്യതയുള്ള മേഖലയാണ്. അതുപോലെ മേജർ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ഇൻ കേരള 8 തവണ റിപ്പീറ്റായി ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സ്പോർട്സ് എടുക്കുമ്പോൾ ഒളിമ്പിക്സ് പക്ക ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും ലേറ്റസ്റ്റ് ഒളിമ്പിക്സ്, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് മാത്രം കണ്ടാൽ മതി, നമ്മുടെ യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ടാൽ മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് 10ൽ 10 ആയിരിക്കും. ഇനി ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത്, സാഫ് ഗെയിംസ്, ഇത് കമ്പയർ ചെയ്ത് 10 മാർക്കിന് അങ്ങനെ 10 തവണ ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കവർ ചെയ്യുക. IT എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹാർഡ് വെയർന്ന് കൃത്യമായിട്ട് ഒരു ചോദ്യം ഹാർഡ് വെയർന്നുണ്ടായിരിക്കും, ഉറപ്പായി ഉണ്ടായിരിക്കും. 1 അല്ലെങ്കിൽ 2 ചോദ്യം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അതുകൊണ്ടാണ് 15 മാർക്കിന് ഹാർഡ് വെയർന്ന് മാത്രം റിപ്പീറ്റായി ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഹാർഡ് വെയർന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലേ, ബേസിക് ആയിട്ടുള്ള CPU, ALU ഇതെല്ലാം വരുന്നത്. വളരെ ബേസിക് ആയ ക്വസ്റ്റ്യൻ ആയിരിക്കും, 1 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി സോഫ്റ്റ്വെയർ 10 മാർക്ക് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വാൻ ലാൻ അല്ലേ, പഠിച്ചില്ലേ നിങ്ങൾ? ഓക്കെ, അപ്പോൾ അതും പെട്ടെന്ന് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക. നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഹാർഡ് വെയറും കംപ്ലീറ്റ് ചെയ്യുക. അതിനോടൊപ്പം എന്താണ്, ഇൻ്റർനെറ്റ് ആൻഡ് സൈബർ ലോ അല്ലേ, സൈബർ ലോ അല്ലെങ്കിൽ സൈബർ റോങ്സ് നമ്മൾ ഒറ്റ വാക്കി പറയും, അത് 8 മാർക്കിന്. അപ്പോൾ ഈ ഇത്രയും മേഖല നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി സയൻസ് എടുക്കുമ്പോഴത്തേക്കും പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പുതിയ ലോഞ്ചസ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സിന് അവിടെ പ്രാധാന്യമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നതാണ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അസുഖങ്ങളുമായി ബന്ധപ്പെടുത്തിയേക്കുക ആചരിക്കുന്ന കാര്യങ്ങളും WHO നിർദ്ദേശപ്രകാരം നമ്മൾ ആചരിക്കുന്ന ദിവസങ്ങൾ, ദിനങ്ങൾ, അതുപോലെ അതിൻ്റെ എല്ലാം മോട്ടോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു മേഖലയിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഇനി ISRO DRDO റീസെൻറ്റ് ലോഞ്ചസ് അല്ലേ, 11 ചോദ്യം ISRO DRDO അല്ലേ. അതുപോലെ എനർജി റിക്വയർമെൻറ്റ്സ് ആൻഡ് എഫിഷ്യൻസി 6 ചോദ്യം. അതുപോലെ പ്രോമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് 5 ചോദ്യങ്ങൾ അവിടുന്ന് സയൻസിൻ്റെ മേഖലയിൽ നിന്ന് റിപ്പീറ്റായി വന്നിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട കാര്യം ബയോഡൈവേഴ്സിറ്റി, വെജിറ്റേഷൻ, വെസ്റ്റേൺ ഗട്ട്സ് എക്സെട്ര 10 മുതൽ 12 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്നും നോക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 50 മാർക്കിൽ നിങ്ങൾക്കൊരു 30 വേണ്ട, ഒരു 25 മാർക്ക് മതി നിങ്ങൾ മേടിച്ചാൽ മതി. 25 മാർക്ക് മേടിച്ചാൽ മതി, നിങ്ങൾ ഇവിടെ പ്രിലിംസ് പാസ്സാവും. ഇതിൽ 50 കേട്ടോ, ബാക്കി അവിടുത്തെ 50 ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. 50 നിങ്ങളൊരു 35 മാർക്ക് മേടിച്ചേ പറ്റൂ. അങ്ങനെ 60 മാർക്ക് കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 50-55 റേഞ്ച് നിൽക്കത്തുള്ളൂ. അങ്ങനെ 60 മാർക്ക് മേടിച്ചാൽ പ്രിലിംസ് പാസ്സാവും. മാത്രമല്ല മെയിൻസ് നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കുന്ന കമ്പനി ബോർഡല്ലേ മക്കൾ നോക്കുന്നത്, കമ്പനി ബോർഡുണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ട് അല്ലേ, അതോടൊപ്പം SI എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വെറുതെ ഒരു മെയിൻസ് പരീക്ഷ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 25-30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ, പറ്റും. ബാക്കിയുള്ള മാർക്കും കൂടെ സ്കോർ ചെയ്തുകൊണ്ട് മെയിൻസും കഴിഞ്ഞുകൊണ്ട് നമുക്ക് ജോലി മേടിച്ച് ഇത്തവണ ഇവിടെ ഇരിക്കണം. കുറേ നാളുകൊണ്ട് നമ്മൾ തുടങ്ങിയതാണ് അല്ലേ, കുറേ നാളുകൊണ്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്, കുറേ നാളുകൊണ്ട് ആൾക്കാർ നമ്മളെ കളിയാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വാശി കയറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം മക്കളെ, പഠിക്കണം നമ്മൾ. പഠിക്കണം, കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അവസാനം കഷ്ടപ്പെട്ടാലേ കിട്ടൂ. കഷ്ടപ്പെടണം, ആ കഷ്ടപ്പെടുന്ന സമയമാണ്, അതിനുവേണ്ടി സഹകാരി കൂടെയുണ്ട്. അതുപോലെ പരീക്ഷ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ വരിക, നമുക്ക് ഫ്രീ ആയിട്ട് 30 മോക്ക് ടെസ്റ്റ് സീരീസ് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞ് മെയിൻസ് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും അത് പക്ക സർപ്രൈസാണ്. ഇനി വരുന്ന ദിവസങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് മക്കളെ,
ടുഗദർ ഒരുമിച്ച് നമുക്ക് മുന്നേറാം കേട്ടോ. ബീയിങ് ടുഗദർ, സഹകാരി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച്, അതാണ് സഹകരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ലൈക്ക് അമർത്താനും അതുപോലെ കമൻറ്റ് രേഖപ്പെടുത്താനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത കണ്ടൻറ്റ് കമൻറ്റും ലൈക്കും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ കണ്ടൻറ്റായിട്ട് വരാനുള്ളൊരു പ്രചോദനം കിട്ടും, ഒരു പവർ കിട്ടും അല്ലേ. ലൈക്ക് ഞാൻ പണ്ട് പറയുന്നത് കമൻറ്റ് കുന്നുകൂടും തോറും പരിപാടികൾ ഗംഭീരമാവും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു.